ഇങ്ങോട്ട് പന്ന കണ്ടായിരുന്നല്ലോ. ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കേറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ, വീട്ടിൽ ഇരിക്കണോ? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ജോലി ചെയ്യണം. അപമാനിക്കല്ലേ? സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് തങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. എന്തായാലും തുറന്നു പറയത്തില്ലോ, ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ. അതിപ്പോ സൂചിച്ചാട്ടം മരിച്ചു പോയില്ല. സൂചിച്ചാട്ടം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. നീ കരയാതെ വല്ലപ്പാ. ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ലേ? ഒരിക്കലും ഇല്ല. എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഞാൻ തലക്കനം ഉണ്ടെങ്കിൽ AC ബസ് അല്ലെങ്കിൽ AC ട്രെയിൻ ബുക്ക് ചെയ്ത് വരും. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലോ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്. സമൂഹത്തിനൊരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമോന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്. സമൂഹമല്ലേ തീരുമാനിക്കുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇനി ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടും. ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. എന്ത് ജനവല്ല ജോലി നോക്കും. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയമുണ്ട്. എനിക്കെല്ലാമായി തൃപ്തിയായി. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാനൊന്നുമില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.